നമസ്കാരം. ഭാരതത്തിൽ ഇനി ഒരു കോൺഗ്രസ് കാലം ഉണ്ടാവില്ല എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. രണ്ടാം മോദി സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സർക്കാരിനെ താഴെ ഇറക്കാനും അടുത്ത ഇലക്ഷനിൽ എങ്ങനെയെങ്കിലൊക്കെ ജയിക്കാനും ഭാരത് ജോഡോ യാത്രയുമായി രാഹുൽ ഗാന്ധി ഇന്ത്യ മൊത്തം കറങ്ങി. ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുവാൻ സുനിൽ ഷെട്ടിയെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിട്ടുവെങ്കിലും ഫലമൊന്നും തന്നെ ഉണ്ടായില്ല. മൂന്നാമതും മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വന്നു. ശശിൽ ഷെട്ടിയെ ജോർജ് സോറസിന്റെ വലം കൈയാണ്. ഇനി ഒരു ഇലക്ഷൻ ഉണ്ടായാലും നാലാം മോദി സർക്കാർ ഉണ്ടാകുമെന്നല്ലാതെ മറ്റൊരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു അട്ടിമറി വിജയം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി ഭാരതത്തിനെതിരെ സംസാരിച്ചതും ഖലിസ്ഥാനികളുമായും ജോർജ് സോറസുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയത്. ജോ ബൈഡനും ജോർജ് സോറസുമെല്ലാം ഡീപ് സ്റ്റേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. ഇവരുടെയൊക്കെ ലക്ഷ്യം തന്നെ ഓരോ രാജ്യത്തിന്റെയും ക്രമസമാധാനം തകർത്ത് അവിടുത്തെ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുക എന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മുടെ ഡൽഹിയിലൊക്കെ കർഷക സമരം ഒക്കെ നടന്നത്. ഭാരതവുമായി നല്ല സൗഹൃദം പുലർത്തുന്ന ഡൊണാൾഡ് ട്രംപ് 20-ാം തീയതി അധികാരം ഏൽക്കുന്നതോടെ ഇവരെയെല്ലാം ചവിട്ടി പുറത്താക്കുകയും പപ്പുമോന്റെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജോ ബൈഡൻ ഇടപെട്ട അദാനിക്കെതിരെ US കോടതി കേസെടുത്തതിനെ ചോദ്യം ചെയ്ത് ട്രംപിന്റെ റിപ്പബ്ലിക് പാർട്ടി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യയെ പോലെ തന്നെ അമേരിക്കയ്ക്ക് വിശ്വസിക്കാവുന്ന ഏഷ്യ പസഫിക് മേഖലയിലെ രാജ്യത്തിലെ പ്രധാന ബിസിനസ്സുകാരനെതിരെ നടപടി എടുക്കുന്നത് അമേരിക്കയ്ക്ക് നല്ലതല്ല എന്നും ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയുള്ള ഇന്ത്യയിലെ പ്രധാന ബിസിനസ്സുകാരനെതിരെ നടപടിയെടുത്താൽ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അമേരിക്ക വിഘാതമായി നിൽക്കുമെന്ന ദുർവ്യാഖ്യാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലാൻസ് ഗൂഡൻ പറയുന്നു. ജോ ബൈഡൻ സർക്കാരിന്റെ അവസാന നാളുകളിൽ US നീതിന്യായ വകുപ്പ് അദാനിക്കെതിരെ കേസെടുത്ത ഈ തീരുമാനത്തെ ചോദ്യം ചെയ്യുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ലാൻസ് ഗൂഡൻ ചെയ്യുന്നത്. US അറ്റോർണി ജനറൽ മെറിക് ബി ഗാർലൻഡിനോട് ഇക്കാര്യത്തിൽ താൻ ഉയർത്തുന്ന ചില ചോദ്യങ്ങൾക്ക് ജനുവരി 31-നകം മറുപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഇദ്ദേഹം കാതലായ ചില ചോദ്യങ്ങളാണ് ഈ കത്തിൽ ചോദിച്ചിരിക്കുന്നത്. അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഈ കേസിൽ വൈദ്യുതോർജം വിൽക്കാനുള്ള കരാർ ലഭിക്കുന്നതിനായി അദാനിയുടെ കമ്പനിയിലെ ചില ഉദ്യോഗസ്ഥർ ഇന്ത്യയിലെ ചില സംസ്ഥാന സർക്കാരുകളിലെ ഉദ്യോഗസ്ഥർക്കാണ് കൈക്കൂലി നൽകിയത് എന്ന് പറയുന്നു. അതായത് ഇന്ത്യക്കുള്ളിൽ മാത്രം നടന്ന അഴിമതി കേസാണിത്. ഇനി ഇതിന് US-ലെ ആർക്കെങ്കിലും പങ്കുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേസിൽ ഒരു അമേരിക്കക്കാരനെ പോലും കുറ്റപ്പെടുത്താതിരിക്കുന്നത്? ഈ കൈക്കൂലി കേസിൽ അമേരിക്കക്കാർ ആരും ഉൾപ്പെട്ടിട്ടില്ലേ? രണ്ടാമത്തെ ചോദ്യം, ഈ അഴിമതി കേസ് ഇന്ത്യയിൽ നടന്നതാണെങ്കിൽ എന്തുകൊണ്ട് US-ലെ നീതിന്യായ വകുപ്പ് അദാനിയെ മാത്രം കുറ്റക്കാരനായി കാണുന്നു? ഇന്ത്യൻ സർക്കാരിനോട് ഈ കേസിൽ നീതി നടപ്പാക്കാൻ എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? 3, എന്തുകൊണ്ട് ഈ അഴിമതി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അമേരിക്ക വിട്ടു നൽകാൻ ആവശ്യപ്പെട്ടില്ല? 4, ഇന്ത്യ കുറ്റവാളികളെ കൈമാറുന്നത് നിഷേധിച്ചാൽ എന്ത് അടിയന്തര പദ്ധതിയാണ് നീതിന്യായ വകുപ്പിന്റെ പക്കലുള്ളത്? ഈ കേസ് ഇന്ത്യയും US-ഉം തമ്മിലുള്ള അന്താരാഷ്ട്ര പ്രശ്നമായി കൊണ്ടുവരാനുള്ള ബൈഡന് സർക്കാരോ US നീതിന്യായ വകുപ്പോ ശ്രമിക്കുമോ? ഈ കേസിൽ US നീതിന്യായ വകുപ്പ് ഏതെങ്കിലും മൂന്നാം പാർട്ടിയുമായി വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ചും ജോർജ് സോറോസ് പൂർണ്ണമായോ ഭാഗികമായോ നിയന്ത്രിക്കുന്ന ഏതെങ്കിലും സംഘടനയുമായോ ഈ കേസിന്റെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? ജനുവരി 31-ന് മുമ്പ് ഇത് സംബന്ധിച്ച് തനിക്ക് മറുപടി നൽകണമെന്നും US അറ്റോർണി ജനറൽ മെറിക് ബി ഗാർലൻഡിനോട് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. എന്തായാലും ഈ പ്രശ്നം വളരെ ചർച്ചകൾക്ക് വഴിവെക്കുന്നതോടെ പപ്പുമോന്റെ കള്ളക്കളികൾ എല്ലാം പുറത്തു വരുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്.